Disclaimer. The content on Market Waves is for educational purposes only and should not be considered financial advice. I am not a licensed financial advisor. All trading decisions involve risk, and you should consult with a qualified professional. Hi traders, good afternoon and welcome to Market Waves. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും അങ്ങനെ നിഫ്റ്റി ഒരു വലിയ ഗ്യാപ്പും വലിയ മൂവ്മെന്റുമാണ് തന്നിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറഞ്ഞു ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഹൈഡ്രജൻ നിറച്ച ഒരു ബലൂൺ ആകാശത്ത് ഉയർന്നു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. ഒരുപക്ഷെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായേക്കാം, ഡൗൺ സൈഡ് എല്ലാം ടെസ്റ്റ് ചെയ്തേക്കാം. എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന്. എന്നാൽ ഇന്നലെ 21,182 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു ഗ്യാപ്പപ്പോടുകൂടി ഏതാണ്ട് 105 പോയിന്റിന്റെ ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തത് 21,287 എന്ന ലെവലിലാണ്. അവിടെ നിന്നും ഒരു ചെറിയ ലോ 21,235 എന്ന ലെവലിലേക്ക് തന്നതിന് ശേഷം അപ്പോഴ് മൂവ് ചെയ്ത് പുതിയ ഉയരങ്ങൾ തന്നെ തന്നു എന്ന് വേണം പറയാൻ. ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം എന്ന് പറയുന്നത് 21,492.3 ആണ്. അതിനുശേഷം 21,448 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മൾ ഒരു ഹൈഡ്രജൻ ബലൂണായി കണ്ടെങ്കിൽ ഇന്ന് ഇതിനെ ചാകരയായി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഓപ്ഷൻ ട്രേഡേഴ്സിന്റെ ചാകര തന്നെയായിരുന്നു. ഇന്ന് ട്രേഡ് ചെയ്തിരുന്ന ഒരു കോൾ ഓപ്ഷൻ വാങ്ങി ട്രേഡ് ചെയ്തിരുന്ന എല്ലാവർക്കും തന്നെ നല്ല പ്രോഫിറ്റുകൾ ലഭ്യമായിട്ടുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ മുൻപ് വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടാകുന്നു എങ്കിൽ ആദ്യത്തെ ഒരു കാമണിക്കൂർ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് പ്രൈസ് എന്ത് ചെയ്യുന്നു, ഏതായിരിക്കാം ഡയറക്ഷൻ എന്ന് നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മുടെ തലേദിവസത്തെ പ്ലാന് പ്രയോജനകരമല്ലാതെ ആയി മാറുകയാണ് ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിന് മുകളിൽ ടെസ്റ്റ് ചെയ്ത് ഒരു സപ്പോർട്ട് എടുത്തേക്കാം എന്നത് മാത്രമാണ് ഏക പ്രതീക്ഷ. അപ്പോൾ ഇന്നലത്തെ പ്ലാനിങ് അവഗണിച്ചുകൊണ്ട് ഇന്ന് ഗ്യാപ്പ് അപ്പ് തന്നപ്പോൾ എന്ത് ട്രേഡ് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലത്തെ എൻ്റെ പ്ലാനിങ് പ്രകാരം സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന് പറയുന്നത് 21,211 എന്ന ഇന്നലെ രേഖപ്പെടുത്തിയ ഉയരമായിരുന്നു. അതിനുശേഷം അതിനു മുകളിൽ ഞാൻ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ്, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിക്കുകയാണെങ്കിൽ ലഭിച്ചേക്കാവുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞ് 21,263, 21,294, അവസാനമായി ഫൈനൽ ടാർഗറ്റായി 21,325 ലെവൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് 21,294 എന്ന ലെവലിൽ തന്നെയാണ് എന്ന് വേണം പറയാൻ. അതായത് ഞാൻ രേഖപ്പെടുത്തിയിരുന്ന രണ്ടാമത്തെ ടാർഗറ്റിന്റെ ഉയരവും ടെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റിൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ, ഒരു റെഡ് കളർ ക്യാൻഡിലാണ്, ഡൗൺവേർഡ് പ്രൈസ് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിലാണ് തന്നത്. എന്തായിരുന്നാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തരുന്ന ദിവസം പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലാതിരുന്നതിനാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു കാമണിക്കൂർ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം എന്ന് കരുതിയപ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊരു ലെവലാണ് മാർക്കറ്റ് കാണിച്ചത്. പുതിയ ഉയരമായി ഞാൻ രേഖപ്പെടുത്തിയിരുന്ന 21,325 എന്ന ലെവലും ഭേദിച്ച് 21,355 വരെ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഓപ്പണിംഗ് ഹൈ ആയ 21,294 എന്ന ലെവലിലോട്ട് മാർക്കറ്റ് ഡിക്ലൈൻ വന്നു. അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഈ ലെവലിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ വാങ്ങി. അതുവരെ രേഖപ്പെടുത്തിയ ഉയരമായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിലും മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് പിന്നീട് ചെയ്തത്. അതുകൊണ്ട് ആ ട്രേഡിൽ നിന്നും തൽക്കാലം ഫ്രൈഡേ ആയതുകൊണ്ട് മൂവ് ചെയ്തില്ലെങ്കിലോ എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ ഞാൻ എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. കാര്യമായ പ്രോഫിറ്റ് ഇല്ല, നോ ലോസ് നോ ഗെയിൻ എന്ന ലെവലിലാണ് ക്ലോസ് ആയത്. അതിനുശേഷം മാർക്കറ്റ് വാച്ച് ചെയ്തു. അതുവരെ രേഖപ്പെടുത്തിയ ഉയരം വീണ്ടും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരു റീ എൻട്രി ആണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ മാർക്കറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം ക്രോസ് ചെയ്ത് അതിന് മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഡിക്ലൈൻ വരുമ്പോൾ ഞാൻ ലഭിച്ചേക്കാവുന്ന പുതിയ ടാർഗറ്റുകളായി 21,396, 423 എന്നിവ രേഖപ്പെടുത്തിയതിനു ശേഷം 21,325 എന്ന ലെവലിൽ ഒരു ATM കോൾ ഓപ്ഷൻ ചൂസ് ചെയ്യാം എന്ന് കരുതി ഞാൻ ട്രേഡ് ചെയ്തത്
21,300 എന്ന് പറയുന്ന ഓപ്ഷനായിരുന്നു ഞാൻ മാർക്ക് ചെയ്തിരുന്നത്. അത് ഇങ്ങനെയായിരുന്നു 154.90 എന്ന ലെവൽ, 55 ലെവലിൽ വാങ്ങാം, 33 133 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കാം. ഒരു വേള പ്രൈസ് ഈ 146 എന്ന ലെവലിൽ താഴെ ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും ലോസ് ബുക്ക് ചെയ്ത് ട്രേഡിൽ നിന്നും എക്സിറ്റ് ആകാം. ഫ്രൈഡേ ആയതുകൊണ്ട് 100% നമുക്ക് ഒരു അപ്വേർഡ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഇത്രയും ബുള്ളിഷായ ഒരു മൂവ്മെന്റോ പ്രതീക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. 2 ദിവസം ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് പ്രീമിയം ഡിക്ക് സാരമായി ബാധിച്ചേക്കാം എന്നതുകൊണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്, ട്രേഡ് ചെയ്തിരുന്നത്. ടാർഗറ്റുകളായി ഞാൻ മുൻപ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയതിന് തത്തുല്യമായി 21,396, 21,423 എന്ന ടാർഗറ്റുകൾ നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയപ്പോൾ ഞാൻ അതേപോലെ തന്നെ 206, 224 എന്ന ടാർഗറ്റുകളും രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഫസ്റ്റിലത്തെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എൻ്റെ 75 ക്വാണ്ടിറ്റിയും 75% ഓപ്ഷനും എക്സിറ്റ് ആയിരുന്നു. ശേഷിച്ചത് ഹോൾഡ് ചെയ്തു. എങ്കിലും ഇവിടെ നിന്നും ഡിക്ലൈൻ തരുമ്പോൾ ടാർഗറ്റ് കവർ ചെയ്ത് ഞാൻ ട്രേഡിൽ നിന്നും എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. എങ്കിലും സാമാന്യം നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരുന്നു ഇന്ന് എന്ന് വേണം പറയാൻ. ഓക്കെ, ഇനി 2 ദിവസം കഴിഞ്ഞ് മാർക്കറ്റ് ഓപ്പണായി വരുമ്പോൾ തിങ്കളാഴ്ച എന്തായിരിക്കാം മാർക്കറ്റ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തിങ്കളാഴ്ചയും ഇതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നാൽ തീർച്ചയായും നമ്മൾക്ക് ചെയ്യാനുള്ളത് ആദ്യത്തെ കാമണിക്കൂർ അരമണിക്കൂറിന് ശേഷം മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഏത് ഡയറക്ഷനിലോട്ട് ട്രേഡ് തരുന്നു എന്നൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ആ ഡയറക്ഷനിലോട്ട് കൂടെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്കിലും ഒരു പ്രീ പ്ലാനിങ് വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായവും അനുഭവവും. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചത്തേന് എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നത് എങ്കിൽ, ഈ ലെവലിന് മുകളിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ 21,438 എന്ന പോയിന്റുകൾക്ക് മുകളിലോ 21,479 എന്നതിന് ഇടയിലോ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമുകളിൽ ഈ ഏരിയയിൽ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് അപ്പ് മൂവ് ചെയ്യുന്ന ലക്ഷണം കാണിച്ചാൽ 21,421 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് കൊടുത്തുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. ഫസ്റ്റ് ടാർഗറ്റ് ലക്ഷ്യം തീർച്ചയായും ഇന്ന് രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ് 21,492 ലെവൽ. അതിനുശേഷം ലഭിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കുന്ന 2 ടാർഗറ്റുകൾ ഞാൻ ഇന്നും പതിവ് പോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവ 21,593, 21,653 എന്നിവയാണ്. ഇനി ഒരു വേള ഒരു ഗ്യാപ് ഡൗൺ 21,421 എന്ന ലെവലിന് താഴെ ഒരു ഗ്യാപ് ഡൗൺ തന്നാലും തിങ്കളാഴ്ച ഞാൻ പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഏരിയയിൽ നിന്ന് എവിടുന്നെങ്കിലും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സപ്പോർട്ട് ലൈനുകളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും മാർക്കറ്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നവരെ വെയിറ്റ് ചെയ്യുകയും അതിനുശേഷം കോൾ ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്ത് ഇന്നത്തെ ഉയരം ടാർഗറ്റായി പരിഗണിക്കുകയാണ് ചെയ്യുക. തികച്ചും ബുള്ളിഷ് സെന്റിമെന്റിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് ഒരു കാരണവശാലും പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. അത് ലോസിനുള്ള സാധ്യതയാണ് കൂടുതലും എന്നാണ് എൻ്റെ അനുഭവം. അതുകൊണ്ട് ഞാൻ തീർച്ചയായും കോൾ ഓപ്ഷൻ മാത്രമായിരിക്കും തിങ്കളാഴ്ചയും ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുക. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇത് എൻ്റെ ഒരു പഠനാർത്ഥം ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്കും ഇത് പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ സന്തോഷം. നിങ്ങളും നിങ്ങളുടെ അറിവിനനുസരിച്ച് ഒരു ട്രേഡിംഗ് പ്ലാൻ തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരിക്കൽ കൂടി എൻ്റെ പ്ലാൻ വിശദീകരിക്കാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ 21,492 എന്ന ലെവൽ ഡൗൺവേർഡ് ടെസ്റ്റ് ചെയ്ത് അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നോക്കും. ചെറിയ കാൻഡിൽ ഫ്രെയിമുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ തരുന്നത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ തന്ന ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് കോൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യും. എന്നാൽ അതൊരു സെല്ലിംഗ് പാറ്റേൺ ആണ് തരുന്നതെങ്കിൽ അതുവരെ തന്ന ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് പാറ്റേൺ പ്രകാരം
ഈ ഡയറക്ഷനിലുകളിലോട്ട് 21,438, 21,421 എന്ന ടാർഗറ്റ് ലെവലുകളിലോട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. വ്യക്തിപരമായി ഞാൻ പുട്ട് ഓപ്ഷൻ ചെയ്യാൻ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ താല്പര്യപ്പെടുന്നില്ല. അഥവാ ഇനി അങ്ങനെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്രയും വീക്കായ ഒരു അല്ലെങ്കിൽ അത്രയും ഗ്യാപ് ഡൗൺ ആയ ഒരു ഓപ്പണിംഗ് തരികയും ഫർദർ മാർക്കറ്റ് അത്തരം ഒരു മൂവ്മെന്റ് തരികയും ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്. ഓക്കെ, തിങ്കളാഴ്ച നല്ല മൂവ്മെന്റുകൾ ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിങ്കളാഴ്ച വൈകുന്നേരം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. നിർത്തുന്നു. താങ്ക് യു.